ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്ന് ഇതേ വേളൂരി, ഞങ്ങൾ ചൂടാന്നും പറയും, ഇതിന് വേളൂരി എന്നും പറയും, ചൂടാന്നും പറയും. ഇത് വെച്ചിട്ട് ഒരു മുളക് ചാറാണ് ഉണ്ടാക്കുന്നത്. പണ്ടത്തെ അമ്മമാരൊക്കെ ചെയ്യുന്ന ഒരു മുളക് ചാറ് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് അതേപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അതിന് ആദ്യം വേണ്ടത്, നമ്മളിത് മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വേണ്ടത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ഞാൻ അരച്ചിട്ടാണ് മുളക് ഇടുന്നത്. പണ്ടൊക്കെ അങ്ങനെയല്ലേ, മുളക് പൊടിയൊന്നും അല്ലല്ലോ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ മുളക് നമുക്കിതൊന്ന് കുതിർക്കാൻ വെക്കണം. ആദ്യം അതിൻ്റെ ഞെട്ടൊക്കെ കളയുക. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് എടുക്കാം. ഞാനൊരു 10-15 എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് അരച്ചതിന് ശേഷം ആവശ്യത്തിന് എടുത്താൽ മതി. എരിവുള്ള മുളകാണ്. അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വേഗം കുതിർന്ന് കിട്ടും. അത് കുതിർന്നതിന് ശേഷം നമുക്ക് അതൊന്ന് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കണം. പിന്നെ അതിലേക്ക് വേണ്ടത് ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ സവാളയൊന്നും അല്ല ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി ഒരു കപ്പോളം ചെറിയ ഉള്ളി എടുക്കുക. നല്ലോണം തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കുക. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി. ഇനിയിപ്പോൾ ഇഞ്ചി ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇത് നല്ലോണം ഒന്ന് നമുക്ക് ചതച്ചെടുക്കണം. മിക്സിയിൽ ഇട്ട് ഇതാക്കണേനേക്കാളും നല്ലത് നമ്മൾ അരക്കല്ലിലിട്ട് ചതക്കുകയോ അല്ലെങ്കിൽ കുത്തി ഉണ്ടാവില്ലേ, അതിലിട്ട് ചതക്കുകയൊക്കെ ചെയ്യുക. ഒന്ന് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം. നമ്മൾ കുതിർത്ത് വെച്ച മുളക് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചതച്ച് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതിട്ട് കൊടുക്കുന്നുണ്ട്. 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള പുളിവെള്ളം നോക്കി ഒഴിക്കുക. നമ്മൾ ഒരു തക്കാളി ഇട്ടിട്ടുണ്ട് പുളി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കാം. ആ തക്കാളിയും ഒക്കെ നന്നായിട്ട് വെന്തുടയണം. ചെറിയ ഉള്ളിയുടെ പച്ചമണം പോകണം, വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ പച്ചമണം പോകണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊരു കുറുകിയ ചാറോടുകൂടിയാണ് വെക്കുന്നത്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചെടുക്കാം. അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമ്മളിനി അതൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. വേണ്ട, ഈ സമയത്ത് നമുക്ക് മീനിട്ട് കൊടുക്കാം. വേഗം പെട്ടെന്ന് വേവുന്ന മീനാണ്. അപ്പോൾ ആദ്യം ഇട്ടിടുമ്പോൾ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതേപോലെ കയ്യിലിട്ടിട്ട് ഇളക്കണ്ട. എന്താ വെച്ചാൽ വേഗം ഉടഞ്ഞെടുക്കും. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ കണ്ടില്ലേ വേവും. ഇനി മൂടി വെക്കണ്ട. മീനൊക്കെ വെന്തു. കണ്ട, ചാറൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട്. കണ്ട, സ്പൂൺ കൊണ്ട് മെല്ലെ നമ്മൾ ഇങ്ങനെ കൊടുത്താൽ മതി, ഇളക്കി കൊടുത്താൽ മതി. ഇനി ഈ സമയത്തൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കാം. ഉപ്പും പുളിയൊക്കെ പാകമാണ് കേട്ടോ. ഇനി നമ്മളിത് വറുത്തിടുന്നില്ല. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത്, കുറേ കറിവേപ്പില ഇടുക. ഇനി നമ്മളതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആ ഉള്ളിയുടെയും ആ മീൻ്റെയൊക്കെ മണം അങ്ങനെ നന്നായി വരും. ഇനി ഫ്ലെയിം ഓഫാക്കി മൂടി വയ്ക്കും. തുറന്നതിന് ശേഷം കണ്ട നല്ല മണം എടുക്കും.
ഒന്ന് ഇതേപോലെ ഒന്ന് കൈ കൊണ്ടൊന്നിങ്ങനെ ചുറ്റിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ചെറുവക മീനുകളൊക്കെ ഇങ്ങനെ വെക്കാം കേട്ടോ. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.